മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ നിൽക്കുന്ന കണ്ണനും മഹാലക്ഷ്മി ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. മൂന്നാറിലെ യാത്രയ്ക്ക് മുമ്പ് തന്നെ താൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ഇന്ന് തന്നെ കമലേശ്വരം വീട്ടിലുള്ളവരെ അറിയിക്കണം. കാരണം ശത്രുക്കൾ എന്നായാലും അറിയും ഞാൻ മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പം മറച്ചു വെക്കുന്നതും പ്രശ്നമാകും. മേഘൻ ഒന്നുമില്ലെങ്കിൽ നേരിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്ന പേഷ്യൻ്റ് ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. സാഗർ എന്ന് പറയുന്നത് ഗുണ്ടയാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കും. അതുകൊണ്ട് അധികം വൈകിക്കണ്ട എന്ന് പറയുമ്പോൾ അനന്തവും ലേഖയും അതിന് സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. അപ്പം കണ്ണനും മഹാലക്ഷ്മിയും പോകുമ്പോൾ അവർക്ക് ശരിക്കും പേടിയാകുന്നു. ശത്രുക്കളുടെ അടുത്തേക്കല്ലി പോകുന്നത്, എപ്പോഴും കയ്യിൽ ആയുധം കൊണ്ട് നടക്കുന്നതായിരിക്കും ഒരു കണക്കിന് നിങ്ങളുടെ ജീവന് സേഫ്റ്റി എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും വീൽ ചെയറിൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. വീൽ ചെയറിലിരിക്കുന്ന എന്നെ കണ്ടിട്ട് അധികം ദേഷ്യമൊന്നും ഉണ്ടാകില്ലായിരിക്കും. ഒരു പക്ഷേ എന്നെ ഇയാളെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ വീൽ ചെയറിൽ നിന്ന് എണീറ്റ് തക്ക സമയത്ത് അവരുടെ ആക്രമണം പ്രതിരോധിക്കാൻ പറ്റുമല്ലോ. കമലേശ്വരം വീട്ടിലേക്ക് ചെന്ന് കണ്ണനാണെങ്കിൽ കഴുത്തിയിട്ടിരുന്ന മാലയൊക്കെ ഊരി സ്വാമിയിൽ നിന്നും പഴയ കണ്ണനിലേക്ക് മാറി ബെല്ലടിച്ച് ഉണർത്തുന്നുണ്ട് വീട്ടിലെ എല്ലാവരും ബെല്ലിൻ്റെ ഒച്ച കേട്ടിട്ട് കണ്ണൻ്റെ ബോഡി കൊണ്ടുവന്നതായിരിക്കും എന്ന പ്രതീക്ഷയോടാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ മഹാലക്ഷ്മി മാത്രം കാണുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല, അതിൻ്റെ വിഷമത്തിൽ വന്നെയാണെന്ന് പറയുമ്പം അതിൻ്റെ വിഷമത്തിന് ഞങ്ങളെ വന്ന് ഉറക്കം എണീപ്പിച്ചത് എന്തിനാണ്? കാനനപാതയിലൂടെ അവനെ വിടണ്ട എന്ന് പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ, എൻ്റെ മോനെ നീ എന്താടി ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ചൂടാവുന്ന സമയത്ത് എനിക്കൊന്നും പറ്റിയിട്ടില്ല അമ്മ എന്ന് പറഞ്ഞ് കണ്ണൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. അത് കണ്ട് എല്ലാവരും ഷോക്കാകുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തതിന് ശേഷം കണ്ണനും മഹാലക്ഷ്മിയും നേരെ റൂമിലേക്ക് പോയി ഫ്രഷ് ആയിട്ട് വന്ന് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മാർക്കോ പറയുന്നത് ഒരു കണക്കിന് ശരിയാ, തല്ലിലൂടെ എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കാൻ പറ്റില്ല. ചില സമയങ്ങളിൽ തല്ലുന്നതിന് പകരം ഇതുപോലുള്ള ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ പെട്ടെന്നുള്ള ആഘാതത്തിൽ അല്പം തകർന്നിരുന്നോളും എല്ലാ എണ്ണും. ഇപ്പം തന്നെ കണ്ടില്ലേ ഞാൻ ജീവനോടെ വരുന്നത് കണ്ടിട്ട് കരുണയുടെയും മേഘൻ്റെയും ഉണ്ണിയുടെയും ദുർഗയുടെയൊക്കെ മുഖത്തുള്ള ഞെട്ടൽ. അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ ഞെട്ടലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രതാപനും മുത്തശ്ശിക്കും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ടോടോ? കണ്ണേട്ട എന്താ പറഞ്ഞു വരുന്നത്? നമുക്കൊന്ന് വീഡിയോ കോൾ ചെയ്താലോ? പിന്നെന്താ, നമുക്ക് അമ്മയെ വിളിക്കാം, അമ്മ വഴി അവരുടെ കയ്യിൽ ഫോൺ കൊണ്ട് കൊടുപ്പിക്കാമല്ലോ എന്ന് മഹാലക്ഷ്മിയും പറയുന്നുണ്ട്. അങ്ങനെ മോഹിനിയമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തങ്ങൾ കമലേശ്വരം വീട്ടിലേക്ക് വന്നുവെന്നും ജീവനോടെ വരുന്ന തങ്ങളെ കണ്ടിട്ട് ഉണ്ണിയും കരുണയും എൻ്റെ രണ്ടാനമ്മയും മേഘനും ഒക്കെ ആകെ ഞെട്ടിയെന്നും. അപ്പം മോഹിനിയമ്മ ചോദിക്കുന്നുണ്ട്, അതിന് മേഘൻ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ മരിച്ചതിൻ്റെ പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി വന്നതായിരിക്കും, എന്തായാലും കമലേശ്വരം വീട്ടിലുണ്ടായിരുന്നു. എല്ലാവർക്കും കിട്ടാവുന്നതിലും ഏറ്റവും വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ എൻ്റെ രണ്ടാനച്ഛനും മുത്തശ്ശിക്കും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കണ്ണേട്ടനൊരു ആഗ്രഹം. അപ്പം മോഹിനിയമ്മ പറയുന്നുണ്ട്, വേണം മോളെ, കണ്ണൻ മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് എന്നെയും കൊണ്ട് പാൽപ്പായസം വരെ ഉണ്ടാക്കി രണ്ടുപേരും സന്തോഷം പ്രകടമാക്കിയതാ. അവർക്ക് ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞിട്ട് മോഹിനിയമ്മയാണെങ്കിൽ ആ ഫോൺ നേരെ പ്രതാപൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. സന്തോഷത്തോടെ മോഹിനിയമ്മ ഫോൺ കൊണ്ട് കൊടുക്കുമ്പം പ്രതാപനാണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നു. നോക്കുമ്പം മറ്റാരുമല്ല, നമ്മുടെ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി ഒരു സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എൻ്റെ കണ്ണേട്ടനെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്നും നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണമെന്നൊക്കെ പറയുമ്പം നിൻ്റെ ഭർത്താവിനെ കാണാതായെങ്കിൽ അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും. ഇനി നിൻ്റെ ഭർത്താവിനെ കാണാതായതിൻ്റെ പിന്നിൽ ഞങ്ങളാണെന്നും പറഞ്ഞ് ആക്ഷേപം പറയാനെങ്ങാനും വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വന്ന് ഒരൊറ്റയടി തരുമെന്ന് വാശി പിടിച്ച് പറയുന്ന സമയത്ത് ഇതെല്ലാം കേട്ട് കലി അടക്കാനാകാതെ കണ്ണനാണെങ്കിൽ ദേഷ്യത്തോടെ വന്ന് ബെഡിലിരുന്നതിന് ശേഷം ആ ഫോൺ മേടിക്കുന്നുണ്ട്. ഫോൺ മേടിച്ച് കണ്ണൻ്റെ മുഖം കാണുമ്പോഴത്തേക്കും പ്രതാപനും മുത്തശ്ശിയും രണ്ടുപേരും ഒരുപോലെ ഞെട്ടി വിശ്വസിക്കാനാകാതെ പരസ്പരം നോക്കുന്നുണ്ട്. വായും പുലർന്നു നിൽക്കുന്ന പ്രതാപനെ കണ്ട് നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ചതുപോലുള്ള വാർത്ത ഇത്തവണയും ഉണ്ടായിട്ടില്ല, എനിക്ക് യാതൊരു ആപത്തും പറ്റിയില്ല. പിന്നെ നിങ്ങളും ആ മേഘനും കൂടി ചേർന്ന് കുറേ ഗുണ്ടകളെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരുന്നല്ലോ, അതിൽ 2 പേര് കൊക്കയിൽ വീണ് മരിച്ചു. പിന്നെ ഒരുത്തൻ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മഞ്ജുവിൻ്റെ ഭർത്താവ് സാഗർ അല്ല. നിങ്ങൾ പറഞ്ഞയച്ചതിൽ ഒരു ഗുണ്ടയുടെ പേരാണ് സാഗർ എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ നന്നായിട്ട് കൊള്ളിച്ച് പറയുമ്പോൾ മോഹിനിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ, നിന്നെ അപായപ്പെടുത്താൻ ഞങ്ങളൊന്നും ശ്രമിച്ചിട്ടില്ലെന്ന് പ്രതാപൻ പറയുന്ന സമയത്ത് വേണ്ട, ഇനിയും കള്ളം പറയേണ്ട, എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായതാണ് എന്ന് കണ്ണനും പറയുന്നുണ്ട്. അങ്ങനെ ഇത്തവണയും തങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞു എന്ന് മാത്രമല്ല
കരുണ മോളെ സന്തോഷിപ്പിക്കാനായില്ലല്ലോ എന്ന വിഷമത്തിൽ പ്രതാപനും മുത്തശ്ശി ഇരിക്കുന്നുണ്ട്. ആ മേഘന് സ്വർണ്ണ ചെയിനല്ല, അവന് ഞാൻ പറഞ്ഞാൽ കൂടി പോകുമെന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. അതേസമയം കമലേശ്വരത്ത് ദുർഗയുടെയും കരുണയുടെയും ഉണ്ണിയുടെയും മേഘൻ്റെയൊക്കെ ഉറക്കം നഷ്ടമായെന്ന് തന്നെ പറയാം. സന്തോഷത്തോടെ കിടന്നുറങ്ങിയവർ ഈ ദുഃഖവാർത്ത കണ്ടിട്ട് അവർക്ക് സമാധാനം നഷ്ടമായി. മേഘനോട് ചോദിക്കുന്നു, എന്താടാ മേഘ ഈ കാണുന്നതൊക്കെ? നീ എന്താ ഞങ്ങളോട് വന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞു വിട്ട ഗുണ്ടകളിൽ ഒരുത്തനാ എന്നെ വിളിച്ചു പറഞ്ഞത് മാർക്കോയും കണ്ണനും കൊക്കയിൽ നിന്നും താഴെ വീണു എന്നും സാഗർ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണെന്ന്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അത് മിക്കവാറും ആ മാർക്കോയായിരിക്കും മേഘേട്ടനെ പറ്റിച്ച് വിളിച്ചത്. ആയിരിക്കോടാ, എന്തായാലും അങ്ങോട്ട് കാര്യം മനസ്സിലാകുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ആദ്യ പിടിച്ച് നിൽക്കുന്ന മേഘനെ കരുണയുടെ കലി തീരുവോളം ഓരോന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നു. വിഷമിച്ച് നിൽക്കുന്ന മേഘനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം.